ഹായ് എവരിവൺ, വെൽക്കം ടു വില്യൺ ഐസ് അക്കാഡമി. നമ്മളിന്ന് പെനിൻസുലാർ റിവേഴ്സിൻ്റെ മൂന്നാമത്തെ നദിയായിട്ടുള്ള ഗോദാവരിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക. നമ്മൾ ഗോദാവരിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട എല്ലാ ഫാക്ടറുകളും നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് പഠിക്കുന്നതായിരിക്കും. സോ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക. ഓക്കെ. സോ ഗോദാവരിനെ കുറിച്ച് പറയുന്ന ടൈമിൽ നമുക്കറിയാം ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി എന്നറിയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് നമ്മുടെ ഗോദാവരി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ പെനിൻസുലാർ റിവർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഗോദാവരിയാണ്. ഓക്കെ, സോ ആ കാര്യം പഠിച്ചു വെക്കുക. ലോങ്ങസ്റ്റ് പെനിൻസുലാർ റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോദാവരിയാണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ അതിനകത്ത് തിരിച്ച് ഞാൻ വേറൊരു കാര്യം കൊണ്ട് സെപ്പറേറ്റ് പറയാം. ഇന്ത്യയിലൂടെ ഏറ്റവും ദൂരം ഒഴുകുന്ന രണ്ടാമത്തെ നദി എന്നാട്ടോ. സോ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി എന്നല്ല, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി മീൻസ് ആ ഒരു ഒഴുകുന്ന ഏരിയ ഉണ്ടല്ലോ. ഇപ്പോൾ ഗംഗയാണ് ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലൂടെ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന നദി എന്ന് പറയുന്നതാണ് നമ്മുടെ ഗോദാവരി എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുക. ഓക്കെ, സോ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ നദികളൊക്കെ വരും. ബ്രഹ്മപുത്ര വരും, സോ ഇൻഡസ് ഒക്കെ കയറി വരും. ഓക്കെ, സോ ആ ഒരു നിങ്ങൾ ആ ഡിഫറൻസ് നിങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ, പിന്നീട് നമ്മുടെ ഗോദാവരിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടി ഉണ്ട്. അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗോദാവരിയാണ്. ഓക്കെ, സോ ആ കാര്യമാണ് പഠിച്ചു വെക്കുക. ഓക്കെ, ഗോദാവരി ഈസ് ഓൾസോ നോൺ ആസ് എന്താണ് ദക്ഷിണ ഗംഗ. ഓക്കെ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗോദാവരിയാണ്. ഓക്കെ, പിന്നീട് എല്ലാ നദികളും പഠിക്കുന്ന കൂടെ അതിൻ്റെ ലെങ്ത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇറ്റ്സ് നമുക്ക് ലെങ്ത്ത് പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ബാക്കി എല്ലാ കാര്യവും പഠിച്ചു വെക്കുക. ഇങ്ങനെ ലെങ്ത്ത് പോലെ നിങ്ങൾക്ക് ഓർക്കാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള നമ്പേഴ്സ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ എക്സാമിൻ്റെ കുറച്ച് ഡേയ്സ് മുന്നേ അല്ല എക്സാം അടുക്കുന്ന ദിവസങ്ങളിൽ മാത്രം നോക്കുക. നിങ്ങളിങ്ങനെ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനും ഓർത്തിരിക്കാനും എളുപ്പമുണ്ട്. ബിക്കോസ് അത് ഒരു ടൈം പീരീഡ് കഴിഞ്ഞ സമയത്ത് ഡെഫിനറ്റ്ലി മറക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അവരങ്ങനെ ചെയ്ത് വെക്കുക. നിങ്ങൾ മറക്കുന്ന കാര്യങ്ങൾ ഒരു ബുക്ക് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. എന്നിട്ട് അത് എക്സാമിന് കുറച്ച് മുന്നേ മാത്രം റിവൈസ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ആ കാര്യം ഓർത്തിരിക്കുന്നില്ലേ കൂടാതെ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് ആ കാര്യം എഴുതാൻ പറ്റും. ഓക്കെ, പിന്നീട് നമ്മുടെ ഗോദാവരിയുടെ ഡ്രെയിനേജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഗോദാവരി ഉത്ഭവിക്കുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 3 രീതിയിൽ അതിൻ്റെ ആൻസർ പഠിച്ചു. ഗോദാവരിയുടെ സോഴ്സ് ഏതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 3 ഉത്തരങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, സോ അത് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് പറയാം. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മൾ ഗോദാവരി ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ച് തെലങ്കാനയിലെത്തി, തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശ് എത്തി, ആന്ധ്രാപ്രദേശിൽ നിന്നും ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്ന നദിയാണ് നമ്മുടെ ഗോദാവരി. ഓക്കെ, സോ മഹാരാഷ്ട്രയിൽ നിന്നും ഉത്ഭവിച്ച് തെലങ്കാനയിലേക്ക് കടന്ന് തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിലെത്തി, ആന്ധ്രാപ്രദേശിൽ നിന്നും ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്ന നദിയാണ് നമ്മുടെ ഗോദാവരി എന്നുള്ളത് ഓർത്ത് പഠിച്ചിരിക്കുക. ഓക്കെ, സോ ഇനിയാണ് നമുക്ക് ഗോദാവരിനെ കുറിച്ച് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, സോ നമുക്കിവിടെ നമ്മുടെ മഹാരാഷ്ട്ര ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നും ഉത്ഭവിച്ചു ഇതാ ഇങ്ങനെ വന്നു ഏകദേശം നമ്മുടെ തെലങ്കാന എത്തിയെന്ന് വിചാരിക്കുക. തെലങ്കാനയിൽ നിന്ന് വന്നു നമ്മുടെ തെലങ്കാനയിൽ കൂടെ എത്തി നമ്മുടെ ആന്ധ്രാപ്രദേശ് കടന്നു, ആന്ധ്രാപ്രദേശിലെത്തി ബേ ഓഫ് ബംഗാളിൽ പതിച്ചു നോർത്ത്. ഓക്കെ, സോ നമ്മളിവിടെ കുറച്ച് നീട്ടി നമുക്ക് എടുക്കാം. നമ്മളിവിടെ മഹാരാഷ്ട്ര ഉണ്ട്. ഓക്കെ, സോ മഹാരാഷ്ട്രയ്ക്ക് ഞാനിവിടെ M1 കൊടുക്കണം. ഓക്കെ, സോ നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് നന്നായിട്ട് എഴുതാം കേട്ടോ. സോ ഇവിടെ ഞാൻ M1 കൊടുത്തു. നമ്മുടെ ഗോദാവരിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് 3 ഉത്തരങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് സോഴ്സാണ്. ഓക്കെ, ഗോദാവരിയുടെ സോഴ്സ്. ഓക്കെ, സോഴ്സിനെ കുറിച്ച് പറയുന്ന ടൈമിൽ മൗസ് യൂസ് ചെയ്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സോ ഓക്കെ, ഗോദാവരിയുടെ സോഴ്സിനെ കുറിച്ച് പറയുന്ന ടൈമിൽ നിങ്ങൾ B ആദ്യം ഓർത്തിരിക്കുക. ഓക്കെ, B ഫോർ എന്താണ് ബ്രഹ്മഗിരി ഹിൽസ്. ഓക്കെ, നമ്മുടെ ഗോദാവരി നദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഓർത്തിരിക്കുക ബ്രഹ്മഗിരി ഹിൽസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ മൗസ് കൊണ്ട് എഴുതാൻ പാടായിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് എഴുതാത്തത്. നിങ്ങൾ നോട്ട്സിൽ ഫുള്ളായിട്ട് എഴുതാം കേട്ടോ. സോ സോഴ്സിനെ കുറിച്ച് പറയുന്ന ടൈമിൽ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ബ്രഹ്മഗിരി ഹിൽസ് ആണ്. ഓക്കെ, ബ്രഹ്മഗിരി ഹിൽസ്. ഓക്കെ, സോ ബ്രഹ്മഗിരി ഹിൽസിനെ കുറിച്ച് ആദ്യമായിട്ട് ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ സോഴ്സിനെ കുറിച്ച് പറയുന്ന ടൈമിൽ ത്രയംബകേശ്വർ എന്ന് ഓർത്തിരിക്കുക. T ഫോർ എന്താണ്
ത്രയംബകേശ്വർ. ഓക്കെ, നമ്മുടെ ഗോദാവരിയുടെ സോഴ്സ് ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് ഉത്തരമായിട്ട് വരാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാണ് ത്രയംബകേശ്വർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ത്രയംബകേശ്വർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. മൂന്നാമതായിട്ട് ഗോദാവരിയുടെ സോഴ്സ് എന്ന് പറയുന്ന ടൈമിൽ ഓർത്തിരിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസിക് ആണെന്ന് ഓർത്തത്. ഓക്കെ, മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് ഓർത്തുക. ഓക്കെ, മഹാരാഷ്ട്രയിലെ ഏതാണ്, ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, നാസിക് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് ഓർത്തുക. ഓക്കെ, സോ എനിക്ക് മൗസ് കൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കാത്തത്. ഓക്കെ, സോ നിങ്ങളുടെ നോട്ട്സിൽ കറക്റ്റായിട്ട് എഴുതി വെക്കാം. നമ്മുടെ ഗോദാവരിനെ കുറിച്ച് പറയുന്ന ടൈമിൽ, ഗോദാവരിയുടെ സോഴ്സിനെ അല്ല ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന ടൈമിൽ ബ്രഹ്മഗിരി ഹിൽസിനെ കുറിച്ച്, ഒന്നാമതായിട്ട് ബ്രഹ്മഗിരി ഹിൽസ് അല്ലെ ബ്രഹ്മഗിരി മലനിരകളെ കുറിച്ച് ഓർത്ത് വെക്കാം. രണ്ടാമതായിട്ട് ത്രയംബകേശ്വറിനെ കുറിച്ച് ഓർത്ത് വെക്കാം. മൂന്നാമതായിട്ട് നാസിക് ഡിസ്ട്രിക്റ്റ് ഇൻ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഞാൻ പറഞ്ഞു എൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു നദിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു നദിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി കോഡ് പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു ട്രിബ്യൂട്ടറീസ് പഠിച്ചിരിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഏതൊരു നദീനെ കുറിച്ച് പറഞ്ഞ സമയത്തേക്ക് നിങ്ങൾ ഇനി മുന്നോട്ടുള്ള എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, പണ്ട് നമുക്ക് ട്രിബ്യൂട്ടറീസ് മാത്രമേ ചോദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് നല്ല നല്ല എക്സാംസിന് ഒരു പക്ഷേ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അതായത് ഇടതുവശത്തുനിന്നും വലതുവശത്തുനിന്നും നിങ്ങൾക്ക് എടുത്ത് ചോദിക്കാം. ഓക്കെ, ലെഫ്റ്റ് ബാങ്കും റൈറ്റ് ബാങ്കും ട്രിബ്യൂട്ടറീസ് ഏതൊക്കെ. ഓക്കെ, നമുക്ക് ഈ നദി ഒഴുകുന്നത് ഇങ്ങോട്ടാണല്ലോ. ഓക്കെ, സോ ഇങ്ങോട്ട് ഒഴുകുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഒഴുകുന്നത് ഏകദേശം നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. ഓക്കെ, കിഴക്കോട്ട് ഒഴുകുന്ന നദിയുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഏതാ, ഈ സൈഡാണ്. ഓക്കെ, സോ ഈ സൈഡാണ് നമ്മുടെ ലെഫ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ വരുന്ന എല്ലാം നമ്മുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഈ സൈഡിൽ കൂടെ വരുന്ന എല്ലാം നമ്മുടെ എന്തായിരിക്കും, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിരിക്കും. ഇത് നമ്മുടെ ലെഫ്റ്റ് ബാങ്ക് കേട്ടോ, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇത് നമ്മുടെ വലതുവശത്തുകൂടി വരുന്ന റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഓക്കെ, സോ നമ്മൾ ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ലെഫ്റ്റ് ബാങ്കിൽ നിന്ന് വരുന്ന ആദ്യത്തെ ട്രിബ്യൂട്ടറിയാണ് ഏതെന്ന് പറയുന്നത്, ദൂദ്ന എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർത്തിരിക്കുക. ഫസ്റ്റ് നമ്മുടെ ഗോദാവരിയുടെ നമ്മൾ ആദ്യത്തെ പഠിക്കാൻ വന്ന ട്രിബ്യൂട്ടറിയുടെ പേരാണ് ദൂദ്ന. ഓക്കെ, സോ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദൂദ്ന. ഓക്കെ, ദൂദ്ന. ഓക്കെ, നമ്മുടെ ഗോദാവരിയുടെ ലെഫ്റ്റ് ബാങ്കിൽ നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്ന ട്രിബ്യൂട്ടറിയുടെ പേരാണ് ദൂദ്ന എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ദൂദ്ന മാത്രമല്ല, നമ്മുടെ ഇവിടുന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു നദിയും കൂടി ഉണ്ട്. ഓക്കെ, സോ ദൂദ്നയും നമ്മുടെ ഈ ഒരു നദിയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഗോദാവരിയിലേക്ക് പതിക്കുന്നത്. ഓക്കെ, സോ ഈ നദിയെക്കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പൂർണ്ണയാണ്. ഓക്കെ, സോ പൂർണ്ണ ഏത് നദിയുടെ ട്രിബ്യൂട്ടറിയാണെന്ന് നമ്മുടെ പല എക്സാംസും ചോദിച്ചിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ പൂർണ്ണ എന്ന് പഠിച്ചു വെക്കാം. പൂർണ്ണ നമ്മുടെ ഏത് നദിയുടെ ട്രിബ്യൂട്ടറിയാണ്, നമ്മുടെ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു നദിയാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് പ്രാൺഹിതയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിക്കുന്ന നദിയുടെ പേര് പ്രാൺഹിതയാണ്. ഓക്കെ, പ്രാൺഹിത. സോ പ്രാൺഹിതയാണ്. ഓക്കെ, പഠിക്കുന്നത്. സോ പ്രാൺഹിത 3 നദികൾ ചേരുന്ന സമയത്താണ് പ്രാൺഹിത ഉണ്ടാകുന്നത്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ ആദ്യത്തേത് P ഫോർ പെൻഗംഗ. ഓക്കെ, സോ P ഫോർ പെൻഗംഗ, W ഫോർ വർദ്ധ, പിന്നെ ഒരു W കൂടെ ഉണ്ട്, വൈൻഗംഗ. ഓക്കെ, എനിക്കിത് കംപ്ലീറ്റ് മൗസ് കൊണ്ട് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഷോർട്ട് ഫോം ഒക്കെ എഴുതി. നിങ്ങൾ നോട്ട്സിലേക്ക് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, സോ നമ്മുടെ അങ്ങനെ പെൻഗംഗയും വർദ്ധയും വൈഗംഗയും കൂടി ചേർത്തിട്ടാണ് പ്രാൺഹിത ഉണ്ടാകുന്നത്. സോ ഈ പ്രാൺഹിത നമുക്ക് എവിടെ പോയി ചേരും, ദെൻ ഈ പ്രാൺഹിത പോയിട്ട് നമ്മുടെ ഗോദാവരിയോട് കൂടി പോയി ചേരും. ഓക്കെ, സോ അപ്പോൾ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് പഠിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ബാങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, ദൂദ്ന പഠിച്ചു, പൂർണ്ണ പഠിച്ചു, പ്രാൺഹിത പഠിച്ചു, വർദ്ധ പഠിച്ചു, വൈഗംഗ പഠിച്ചു, പിന്നീട് പ്രാൺഹിത പഠിച്ചു. പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഉണ്ട്. അതിൻ്റെ പേരാണ് ഇന്ദ്രാവതി എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇന്ദ്രാവതി. ഓക്കെ, ഇന്ദ്രാവതി. ഓക്കെ, സോ ഇന്ദ്രാവതി. ഓക്കെ, നമ്മുടെ ഗോദാവരി നമ്മൾ പഠിച്ച അടുത്ത ട്രിബ്യൂട്ടറിയുടെ പേരെന്താണ്, ഇന്ദ്രാവതി. ഓക്കെ, സോ ദെൻ അടുത്ത നമ്മുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് ശബരിയും സിലേറും. ഓക്കെ, ഇത് ശബരി, ദെൻ ഇതിൻ്റെ പേരാണ് സിലേറു. ഓക്കെ, സിലേറു.
സോ നമ്മൾ നമ്മുടെ ഗോദാവരിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഗോദാവരിയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ്. ഓക്കെ, സോ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പഠിക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു റിവർ ഉണ്ട്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിവർ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മഞ്ചിറ. ഓക്കെ, സോ റൈറ്റ് ബാങ്കിലേക്ക് എത്തുന്ന ആദ്യത്തെ റിവറിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, മഞ്ചിറ എന്ന് പറയുന്നത്. ഓക്കെ, സോ മഞ്ചിറ ഏത് നദിയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോഷക നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, നമ്മുടെ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ മഞ്ചിറയിൽ ഒരു ഡാമുണ്ട്, നമ്മുടെ ഗോദാവരിയിലേക്ക് എത്തുന്നതിന് മുമ്പേ മഞ്ചിറയിൽ ഒരു ഡാം പണിതിട്ടുണ്ട്. ആ ഡാമിൻ്റെ പേര് എന്ന് പറയുന്നത് നിസാർ സാഗർ ഡാം എന്നാണ്. ഓക്കെ, നിസാർ സാഗർ ഡാം. ഓക്കെ, നിസാർ സാഗർ ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ചിറ നദിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് മനേർ എന്ന് പറഞ്ഞൊരു ട്രിബ്യൂട്ടറിയാണ് കേട്ടോ. സോ അടുത്തായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് മനേറാണ്. ഓക്കെ, സോ മനേർ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കാം മനേർ. ഓക്കെ, സോ മനേർ അടുത്ത ട്രിബ്യൂട്ടറിയാണ് റൈറ്റ് ബാങ്കിലേക്ക് എത്തുന്ന മനേർ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ റൈറ്റ് ബാങ്ക് മറ്റൊരു ട്രിബ്യൂട്ടറി ഉണ്ട്, അതിൻ്റെ പേരെന്ന് പറയുന്നത് കിന്നർ സാനി എന്നാണ്. ഓക്കെ, കിന്നർ സാനി. ഓക്കെ, റൈറ്റ് ബാങ്കിൽ എത്തുന്ന മറ്റൊരു ട്രിബ്യൂട്ടറി പേരാണ് കിന്നർ സാനി. ഓക്കെ, സോ കിന്നർ സാനി. ഓക്കെ, കിന്നർ സാനി. ഓക്കെ, ദെൻ പിന്നീട് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു എളുപ്പവഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ പറഞ്ഞ നമ്മുടെ ഗോദാവരിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇത് ഇതെല്ലാം നമുക്കറിയാം, നമ്മുടെ ഗോദാവരിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, സോ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് പറയുന്ന സമയത്ത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഗോദാവരിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ഓക്കെ, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് കുറച്ചേ ഉള്ളൂ, അത് നമുക്കറിയാം, മഞ്ചിറ. ഓക്കെ, മഞ്ചിറ, ദെൻ പിന്നീടുള്ളത് മനേർ, മഞ്ചിറ മനേർ, ദെൻ പിന്നെയുള്ളത് കിന്നസാരിയാണ്, കിന്നസാർണി. ഓക്കെ, സാറിനി. ഓക്കെ, സോ നിങ്ങൾ അത് ചെയ്തു കറക്റ്റായിട്ട്. ഓക്കെ, സോ ഇത് മാറ്റി വെക്കുക, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നമ്മൾ എളുപ്പമാണ്. ഓക്കെ, കുറച്ചല്ലേ ഉള്ളൂ, അത് മഞ്ചിറ മനേർ കിന്നസാനി എന്ന് പഠിച്ച് വെച്ചാൽ മതി, സോ എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പഠിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഓർക്കാം, ദൂത് എന്ന് പറഞ്ഞാൽ എന്താ, ദൂത് എന്ന് പറഞ്ഞാൽ മിൽക്കാണ്. ഓക്കെ, സോ മിൽക്ക്. സോ അങ്ങനെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഇന്ത്യയിൽ പാലിന് വില കൂടി, സോ മിൽക്കിന് വില കൂടി. മിൽക്ക് എന്ന് പറയുന്നത് ദൂതിനാണ്. ഓക്കെ, സോ ദൂത് എന്ന് പറഞ്ഞാൽ മിൽക്കാണ്. ഓക്കെ, ഇന്ത്യയിൽ മിൽക്കിന് വില കൂടി. വിലയ്ക്ക് എന്താ പറഞ്ഞാൽ പ്രൈസ്. ഓക്കെ, PR ഫോർ പ്രൈസ് എന്ന് ഓർക്കുക. ഓക്കെ, ജസ്റ്റ് PR മാത്രം ഓർക്കുക. ഓക്കെ, മിൽക്കിൻ്റെ പ്രൈസ് കൂടി എവിടെ, ഇന്ത്യയിൽ എന്ത് ചെയ്തു, മിൽക്കിൻ്റെ പ്രൈസ് കൂടി. IN ഫോർ ഇന്ദ്രാവതി, പ്രൈസ് ഫോർ പ്രാൺഹിത, മിൽക്ക് ഫോർ ദൂധന. അപ്പോൾ ഇന്ത്യയിൽ മിൽക്കിൻ്റെ വില കൂടിയപ്പോൾ എന്ത് ചെയ്തു, സബ്സിഡി കൊടുത്തു. എന്താ കൊടുത്തത്, സബ്സിഡി. സബ് ഫോർ എന്താണ്, ശബരി. സി ഫോർ എന്താണ്, സിലേറു. സി ഫോർ സിലേറു. ഓക്കെ, സോ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കുക, ദൂത് എന്ന് പറയുന്നത് മിൽക്കാന്ന് ഓർക്കുക. പാലിൻ്റെ പ്രൈസ്, പാലിൻ്റെ വില അല്ലെ പാലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൂടിയപ്പോൾ സബ്സിഡി കൊടുത്തു. അത് നിങ്ങൾക്ക് ഏത് ഓർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതിയെന്നുള്ളൂ. അതായത് വേണേൽ ഈ ഒരു രീതി നിങ്ങൾക്ക് തിരിച്ച് പറയാം. സോ ഇതാ ഇങ്ങനെ പറയാം. ഓക്കെ, ഇന്ത്യയിൽ പാലിൻ്റെ പ്രൈസ് കൂടിയ സമയത്ത് സബ്സിഡി കൊടുത്തു. ഇന്ത്യയിൽ പാലിൻ്റെ വില കൂടിയപ്പോൾ, പ്രൈസ് കൂടിയപ്പോൾ സബ്സിഡി കൊടുത്തു. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇത് ഇത്രയാണ് നമ്മുടെ ഗോദാവരിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്നുള്ളത് പഠിച്ചു വെക്കുക. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മഞ്ചിറ മനീർ കിന്നസാണി എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഗോദാവരിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ എന്തെങ്കിലും നമുക്ക് വീഡിയോയിൽ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ അപ്കമിങ് വീഡിയോസിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾ പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.